നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം. ഈ വാരം നമുക്ക് എഴുത്ത് വന്നിരിക്കുന്നത് പഴമ്പാലക്കോട് നിന്നുമാണ്. പഴമ്പാലക്കോട് നിന്നും ജയരാജാണ് നമുക്ക് എഴുത്തയച്ചിരിക്കുന്നത്. എൻ്റെ ജാതകവശാൽ ഇപ്പോൾ നടക്കുന്ന സമയം അറിയുവാൻ വേണ്ടിയിട്ടാണ് കത്തെഴുതുന്നത്. ഞാനിപ്പോൾ ഒരു പുതിയ തൊഴിൽ ആരംഭിക്കുവാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ ജാതകവശാൽ അതിന് അനുകൂലമായ സമയമാണോ? എന്തെങ്കിലും പരിഹാര ക്രിയകൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നാണ് ജയരാജ് എഴുതി ചോദിച്ചിരിക്കുന്നത്. 1994 ജൂലൈ മാസം 7-ാം തീയതി വ്യാഴാഴ്ച രാത്രി 9 മണിക്ക് തിരുവാതിര നക്ഷത്രം ആദ്യപാദത്തിലായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. 29 വയസ്സ് കഴിഞ്ഞിട്ട് 6 മാസമായി. ജാതകവശാല് ഗുണകരമായിരിക്കുന്ന അനേകം യോഗങ്ങൾ ജാതകത്തിൽ പൊതുവെ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്ന സമയം 2012 ഏപ്രിൽ മാസം മുതൽക്കായിട്ട് വ്യാഴദശാകാലാണ്. 2028 ഏപ്രിൽ വരെയുള്ളായിരിക്കുന്ന കാലഘട്ടം വരയ്ക്ക് വ്യാഴദശാകാലമുണ്ട്. വ്യാഴദശാകാലം വലിയ ദോഷമില്ല, ഗുണം ചെയ്യുന്ന സമയമാണ്. 10ലുള്ള വ്യാഴമാണ് ജാതകത്തിൽ. രാജപൂജ്യോ മഹാഭോഗി ദാദാ ബന്ധുജനപ്രിയ പരോപകാരി ഗുണവാൻ അമലായോഗ സമുദ്ഭവ എന്നുള്ള പ്രമാണപ്രകാരം തന്നെ ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേർത്തുന്നൊരു സമയമായിട്ടാണ് പൊതുവെ പറയുക. അതിലിപ്പോൾ ചന്ദ്രാപഹാര സമയമാണ് 2023 ഓഗസ്റ്റ് മാസം മുതലൊക്കെയായിട്ട് ആരംഭിച്ചിരിക്കുന്നത്. 2024 ഡിസംബർ വരെയുള്ളായിരിക്കുന്ന കാലഘട്ടം വരയ്ക്കും ചന്ദ്രൻ്റെ അപഹാര പീരീഡ് ജാതകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ചന്ദ്രൻ പൊതുവെ നവീനഗ്രഹമാണ്. പുതിയ കാര്യങ്ങൾക്കെല്ലാം തന്നെ ആരംഭിക്കാൻ പറ്റിയ സമയമായിട്ടാണ് പൊതുവെ പറയാം. വ്യാഴനിൽ നിന്നും 9-ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതായിരിക്കുന്ന ചന്ദ്രനാണെങ്കിലും ചന്ദ്രന് പക്ഷബലമില്ല ജാതകത്തിൽ. കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷബലരഹിതനായിരിക്കുന്ന ചന്ദ്രനാണ്. ആ പൂർണ്ണമായിട്ടുള്ള ഗുണഫലം കൊടുക്കുവാൻ പര്യാപ്തനല്ല. അപ്പോൾ ആ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന പ്രതിവിധികൾ ഈ സമയത്തിൽ അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും എന്നാണ് പറയാം. ദുർഗാ ശീതകരോ ബലി സവിബലക്കാളി എന്നാണ്. ഭദ്രകാളി സ്വരൂപിണിയായിരിക്കുന്ന ഭഗവതിയെ പ്രാർത്ഥിക്കുന്നതാണ്. പ്രീതിപ്പെടുത്തുന്ന പ്രാർത്ഥനാ വഴിപാടുകൾ ചെയ്യിപ്പിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. എന്തായാലും പുതിയ സംരംഭം ആരംഭിക്കാം. മെയ് മാസം വരെയുള്ള കാലഘട്ടം വരയ്ക്ക് വ്യാഴം ചാരവശാൽ 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എങ്കിലും അപഹാരാധിപനായിരിക്കുന്ന ചന്ദ്രനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ദേവീക്ഷേത്രത്തിൽ ഈ കാലഘട്ടം കഴിയുന്നത് വരയ്ക്ക്, അതായത് 2024 ഡിസംബർ വരയ്ക്ക് മാസം പ്രതി ജന്മനക്ഷത്രം തോറും ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത അർച്ചനയ്ക്കും ലളിതാ സഹസ്രനാമ അർച്ചനയ്ക്കും വഴിപാടിനായിട്ട് കൊടുക്കുക. എല്ലാ മാസവും ജന്മനക്ഷത്രം തോറും കൊടുക്കുക. എന്നിട്ട് ധൈര്യമായിട്ട് ആരംഭിച്ചുള്ള ഗുണം പൊതുവെ വന്നു ചേരുന്നതാണ്. ദശാനാഥനായിരിക്കുന്ന വ്യാഴത്തിനെ അനുകൂലമാക്കുവാൻ വേണ്ടിയിട്ട് വിഷ്ണു പ്രീതികരങ്ങളായിട്ടുള്ള പരിഹാരങ്ങൾ കൂടി ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം 3-ാം ഭാവത്തിൻ്റെയും 11-ാം ഭാവത്തിൻ്റെയും അധിപതി കൂടിയായിട്ടുള്ള വ്യാഴം ശത്രുക്ഷേത്രമായിരിക്കുന്ന ശുക്രക്ഷേത്രത്തിൽ രാഹുവിനോടുകൂടി യോഗം ചെയ്തു നിൽക്കുകയും അംശകവശാല് നീചരാശിയിൽ അംശയിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. തദ്ദോഷ ശാന്തിക്കായിട്ട് വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്ന പ്രാർത്ഥനാ കാര്യങ്ങൾ ചെയ്യുകയും അതുപോലെ തന്നെ രാജഗോപാല യന്ത്രം ലോക്കറ്റിലായിട്ട് കഴുത്തിൽ ധരിക്കുകയും ചെയ്യുന്നതും ഗുണകരമായിട്ടാണ് പറയുന്നത്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടേണ്ട വിലാസം KP ശ്രീവാസ്തവ്, പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം, ആലത്തൂർ. ഫോൺ നമ്പർ 9447320192. ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.